ഈ ആരോപണ വിധേയനായി നിൽക്കുന്ന, ഈ നാണം കെട്ട് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് എത്തിക്കാൻ തിരക്കിട്ട നീക്കവുമായി ഷാഫി പറമ്പിൽ വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും അസോസിയേഷനുകളുടെയും പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. പാലക്കാട് ഇന്നലെ നടന്ന എ ഗ്രൂപ്പ് യോഗത്തിലാണ് വിഷയം ചർച്ച ചെയ്തത്. വിവരങ്ങളുമായി സച്ചിൻ പാലക്കാട് നിന്ന് ചേരുകയാണ്. സച്ചിൻ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട്ടേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണോ ഇപ്പോൾ ഷാഫി പറമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇത്രയധികം നാണം കെട്ട് നിന്നിട്ട് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിട്ട് അയാളെ കൊണ്ട് വിവിധ ക്ലബ്ബുകളുടെയൊക്കെ പരിപാടികളിൽ പങ്കെടുപ്പിക്കാനുള്ള ശ്രമമാണോ ഇപ്പോൾ ഈ ഷാഫി പറമ്പിൽ ചെയ്യുന്നത്? മനു, ഷാഫി പറമ്പിലിൻ്റെ ഭാഗത്തു നിന്നും അത്തരമൊരു നീക്കം ആരംഭിച്ചിട്ട് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നലെ ഷാഫി പറമ്പിൽ പാലക്കാട് എത്തിയിരുന്നത്. വിവാദങ്ങൾക്കിടെ ആദ്യമായാണ് ഷാഫി പറമ്പിൽ ഇന്നലെ വൈകിട്ടോടുകൂടെ പാലക്കാട് എത്തിയത്. എന്നാൽ യാതൊരു വിധത്തിലുള്ള പ്രതികരണത്തിനും ഷാഫി തയ്യാറായില്ല. താൻ ഇത്തരത്തിൽ പ്രതികരിക്കാനല്ല ഇവിടെ വന്നത്, തൻ്റെ അയൽവീട്ടിലെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ്, സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് എത്തിയത് എന്ന കാര്യമാണ് ഇന്നലെ മാധ്യമ പ്രവർത്തകരോട് ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടുള്ളത്. അതിനാൽ തന്നെ ഇന്നലെ യാതൊരുവിധ പ്രതികരണത്തിനും, അതായത് മണ്ഡലം അനാഥമായോ, രാഹുലിനെ കൊണ്ടുവന്നത് ഷാഫിയല്ലേ തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നും ഷാഫി പറമ്പിൽ ഇന്നലെ മറുപടി പറഞ്ഞില്ല. എന്നാൽ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടെ ചേർന്ന എ ഗ്രൂപ്പ് യോഗത്തിലാണ് ഇത്തരത്തിൽ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുവരാനുള്ള ചില നീക്കങ്ങൾ ആരംഭിച്ചത്. അത് ആ യോഗത്തിൽ ചർച്ചയായി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പ്രധാനമായും സംഘടനകളുടെയും അതേപോലെ തന്നെ അസോസിയേഷനുകളുടെയും ക്ലബ്ബുകളുടെയും പരിപാടികളിൽ, കോൺഗ്രസ് അനുഭാവ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും അസോസിയേഷനുകളുടെയും പരിപാടികളിൽ പങ്കെടുപ്പിക്കാനാണ് രാഹുലിനെ നിലവിൽ എത്തിക്കാനുള്ള ഒരു നീക്കം ഷാഫിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ ആളാണ് രാഹുൽ മാങ്കൂട്ടം. പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ആളാണ് രാഹുൽ മാങ്കൂട്ടം. അതായത് കോൺഗ്രസുമായി ഒരു ബന്ധവുമില്ല എന്നാണ് നേതാക്കൾ പറയുന്നത്. അങ്ങനെ ഒരാളെ പാലക്കാട്ടേക്ക് എത്തിക്കാൻ ഷാഫി പറമ്പിലിന് എന്തിനാണ് ഇത്ര തിടുക്കം? അപ്പോൾ ഷാഫിയും മാങ്കൂട്ടവും തമ്മിലുള്ള ആ ബന്ധത്തിന് ഇപ്പോഴും ഒരു കുറവുമില്ല, ഏറ്റവും ഊഷ്മളമായത് തുടരുന്നുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഷാഫി പറമ്പിൽ ഈ സ്ത്രീകൾക്കെതിരെ ഏറ്റവും മോശമായ രീതിയിൽ ഇടപെട്ട ഒരു പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് എന്ന ആരോപണം നേരിടുന്ന ജനപ്രതിനിധിക്ക് മാങ്കൂട്ടത്തിന് എല്ലാ പിന്തുണയും നൽകുന്നു എന്ന് വേണ്ടേ കരുതാൻ? തീർച്ചയായും നമ്മൾ കണ്ടതാണ്, വടകരയിൽ പോലും പ്രതിഷേധമടക്കം ഉണ്ടാക്കിയിട്ട് ഷാഫിയുടെ ഷോ കണ്ടതാണ്. അതിനാൽ തന്നെ അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് പാലക്കാടും ഇപ്പോൾ ഷാഫി നീക്കം നടത്തുന്നത്. പ്രധാനമായും ഷാഫി പറമ്പിൽ നീക്കം നടത്തുന്നത് ഈ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും മറ്റ് അസോസിയേഷനുകളുടെയും സ്വകാര്യ പരിപാടികളിൽ രാഹുലിനെ എത്തിക്കാനുള്ള ഒരു നീക്കമാണ് നിലവിൽ ഷാഫി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പരിപാടികളിലോ അതുപോലെ തന്നെ മറ്റ് പൊതുപരിപാടികൾ, അതായത് സർക്കാരിൻ്റെ മറ്റ് പരിപാടികളിലൊക്കെ പങ്കെടുക്കാനെത്തിയാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തടയുമെന്ന് SFIയും DYFIയും അടക്കമുള്ള സംഘടനകൾ മുൻപ് തന്നെ വ്യക്തമാക്കിയതാണ്. അതിനാൽ തന്നെ ഇത്തരം പ്രതിഷേധങ്ങൾ UDF, അതായത് ഷാഫി അനുകൂലിക്കുന്നവരുടെ നേതൃത്വത്തിൽ ഇത്തരം ക്ലബ്ബുകളുടെയും അതുപോലെ തന്നെ അസോസിയേഷനുകളുടെയും ഒക്കെ പരിപാടികൾ സംഘടിപ്പിച്ച് രാഹുലിനെ കൊണ്ടുവന്ന് പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനുള്ള ഒരു നീക്കമാണ് ഷാഫി പറമ്പിലും അതേപോലെ തന്നെ ഷാഫി പറമ്പിലിനെ അനുകൂലിക്കുന്നവരും ലക്ഷ്യമിടുന്നത്. അടുത്ത ദിവസം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് എത്തിക്കണം എന്നൊരു കാര്യമാണ് തന്നെ. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഷാഫി പറമ്പിലിനെതിരെ ഒക്കെ വലിയ എതിർപ്പുണ്ടല്ലോ. അവരത് തുറന്നു പറഞ്ഞതാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയുള്ള എതിർപ്പ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ രാഹുലിനെ കൊണ്ടുവന്നാൽ DCCയുടെ നിലപാട് നിർണായകമാകില്ലേ? DCC പ്രസിഡന്റ് A തങ്കപ്പന്റെ നിലപാട് നിർണായകമാകില്ലേ? അവരുടെ ഒരു സമീപനം എങ്ങനെയാണ്? തീർച്ചയായും മനു, അത് തന്നെയാണ്. കാരണം തുടക്കം മുതൽ തന്നെ രാഹുലിനെ സംരക്ഷിക്കില്ല, അല്ലെ രാഹുലിന് സംരക്ഷണം ഒരുക്കില്ല എന്ന കാര്യം DCC പ്രസിഡന്റ് A തങ്കപ്പൻ വ്യക്തമാക്കിയിരുന്നു. ഇതിൽ പ്രധാനമായും A തങ്കപ്പൻ പറഞ്ഞത് KPCC പുറത്താക്കിയ ആളാണ്, യാതൊരുവിധ കോൺഗ്രസിൻ്റെ അംഗത്വത്തിൽ ഇല്ലാത്ത ആളാണ്, അതിനാൽ തന്നെ യാതൊരുവിധ സംരക്ഷണവും രാഹുലിന് ഒരുക്കേണ്ട ആവശ്യമില്ല എന്ന കാര്യം തന്നെയാണ് DCC പ്രസിഡന്റ് A തങ്കപ്പനും വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനാൽ തന്നെ രാഹുലിനെ എത്തിക്കാനുള്ള ഷാഫിയുടെ മറ്റൊരു വളഞ്ഞ വഴിയിലൂടെ നീക്കമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അസോസിയേഷനുകളുടെ പരിപാടികളിലൊക്കെ എത്തിച്ചുകൊണ്ട് രാഹുലിനെതിരെയുള്ള പ്രതിഷേധങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു നീക്കം ഉണ്ടാക്കാൻ ഷാഫി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വളഞ്ഞൊരു ബുദ്ധിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഇത്ര മോശപ്പെട്ട ആരോപണം നേരിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി അവിടെ വരുമ്പോൾ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. ഷാഫി അറിയാമല്ലോ,
ഈ വടകരയിൽ നമ്മൾ കണ്ടതല്ലേ, ഇരവാദം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ കണ്ടതല്ലേ, പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ ഇതാ ഞങ്ങൾക്ക് നേരെ അക്രമമുണ്ടായി എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള വലിയ നാടകങ്ങൾ നമ്മൾ പാലക്കാട് പ്രതീക്ഷിക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ. തീർച്ചയായും മനു, അത് തന്നെയാണ്. വലിയ നാടക നടൻ കൂടിയാണ് ഷാഫി പറമ്പിൽ. അന്ന് കഴിഞ്ഞ ദിവസം വടകരയിൽ കാണിച്ചത് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനൊരു മാതൃക എന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരണം നടക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ പാലക്കാട് പ്രതിഷേധം വന്നാൽ ഇങ്ങനെ ചെയ്താൽ മതി എന്ന ഒരു മാതൃക ഷാഫി പറമ്പിലാണല്ലോ രാഹുലിൻ്റെ ഗുരു. അതിനാൽ തന്നെ അത്തരത്തിലൊരു മാതൃക കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നലെ വൈകിട്ടോടുകൂടെ പാലക്കാട് ഷാഫി പറമ്പിൽ എം പി എത്തിയിരുന്നു. അവിടെയും വലിയ രീതിയിലുള്ള ഒരു ഷോ വർക്കായിരുന്നു. കാരണം ഷാഫി പറമ്പിലിനെ ആരാധിക്കുന്നവരാണ് ഇവിടെ ഉള്ളവർ എന്നൊക്കെ രീതിയിലുള്ള ഒരു മറുപടിയാണ് ഷാഫി പറമ്പിൽ ഇന്നലെ മാധ്യമങ്ങളോട് പങ്കുവെച്ചത്. എൻ്റെ ഹൃദയമാണ് പാലക്കാട് എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ പോലും നമ്മൾ കണ്ടതാണ് പാലക്കാട്ടെ KSUവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ അടക്കം ഗ്രൂപ്പുകളിൽ ഷാഫി പാലക്കാടിനെ ചതിച്ചു എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു. ആ വിവാദങ്ങൾക്കിടെയാണ് ഇപ്പോൾ രാഹുലിനെ എത്തിക്കാനുള്ള ഒരു തീവ്രമായ നീക്കം ഷാഫിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതിന് ഷാഫിയെ അനുകൂലിക്കുന്ന പാലക്കാട്ടുള്ള ഒരു വിഭാഗം പൂർണ്ണ പിന്തുണ നൽകിയതായാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. മനു, ശരി, സച്ചിൻ പാലക്കാട് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് എത്തിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ പാലക്കാട് എത്തിയാൽ സ്വാഭാവികമായും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ രീതിയിൽ തന്നെയാണല്ലോ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയധികം മോശപ്പെട്ട ഒരു ആരോപണം നേരിടുന്ന കോൺഗ്രസ് അവരുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരു വ്യക്തിക്ക് വേണ്ടി ഷാഫി പറമ്പിൽ നിലകൊള്ളുമ്പോൾ സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കണം, ഷാഫിയും രാഹുലും ഒറ്റക്കെട്ടാണ്. അവരുടെ ആ ഒറ്റക്കെട്ടിൻ്റെ ബലത്തിലാണ് കോൺഗ്രസിന് നടപടികളിൽ നിന്നൊക്കെ പിൻവാങ്ങേണ്ടി വന്നത്, ഈ ന്യായീകരിച്ച് നാണം കെടേണ്ട ഒരു അവസ്ഥ ഉണ്ടായത് എന്നും ഉറപ്പാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് നമ്മൾ വടകരയിൽ കണ്ടതിനപ്പുറമുള്ള നാടകങ്ങളിലേക്കായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട.